ചുവന്നമണ്ണിലെ യു-ടേൺ അടച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത ചുവന്നമണ്ണിലെ യു-ടേൺ അടച്ചതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പ്രദേശത്തെ സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് യു-ടേൺ അടച്ചതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. മേഖലയിൽ തൃശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന ഭാഗത്ത് സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ പാലക്കാട് നിന്നും തൃശൂരിലേക്ക് വരുന്ന പ്രദേശത്തെ സർവീസ് റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. മാസങ്ങൾക്ക് മുൻപ് ദേശീയപാത അധികൃതർ ഇവിടം അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിഷേധവുമായി ജനപ്രതിനിധികളും നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു. തുടർന്ന് ഇവർ പ്രദേശം അടയ്ക്കാതെ പോവുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് ഉള്ളതുകൊണ്ടാണ് നിലവിൽ പ്രദേശം അടച്ചുകെട്ടിയത് എന്നാണ് ഇവരുടെ വാദം. കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലാണ് പ്രദേശം അടച്ചുകെട്ടിയതും. ദേശീയപാതയിൽ അപകടമരണം തുടർച്ചയായ സാഹചര്യത്തിലാണ് നടപടിയെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. സ്കൂളുകളിലേക്കും കടകളിലേക്കും നിരന്തരം ദേശീയപാത മുറിച്ചു കിടക്കേണ്ട സാഹചര്യമാണ് പ്രദേശവാസികൾക്ക് ഉള്ളത്. സൗജന്യമായി ലഭിക്കുന്ന റേഷൻ അരി കൊണ്ടുപോകാൻ 130 രൂപയുടെ ഓട്ടോറിക്ഷ കൂലി കൊടുക്കേണ്ട സ്ഥിതിയാണ് ഉള്ളതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ സുഖമായി യാത്ര ചെയ്യാം എന്നും അതുവരെ യു-ടേൺ അടയ്ക്കരുത് എന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ചുവന്നമണ്ണ് സെന്റർ, നമ്മുടെ പട്ടിക്കാടിനും കുതിരാനും ഇടയിൽ ചുവന്നമണ്ണ് സെന്റർ, അവിടെ നമ്മൾ കല്ലെടുക്ക് കയറി അത് കഴിഞ്ഞാൽ പിന്നെ കുതിരാന്റെ ഇടയിൽ ആകെ ഉണ്ടായിരുന്നൊരു യു-ടേൺ സൗകര്യം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. ഇത്രയും ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ്. മേലേച്ചിറ, തോണിക്കല്, അതോടൊപ്പം തന്നെ നമ്മുടെ മഞ്ഞക്കുന്ന് ഈ ഭാഗങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു പോകാനായിട്ട് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള യു-ടേൺ ആണ്. ഈ സ്ഥലം അവര് NHന്റെ അതോറിറ്റികൾ ഇപ്പോൾ അടച്ചേക്കുന്നത് ടെമ്പററി ആയിട്ട് അടച്ചു. അത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതേസമയം ഈ പറഞ്ഞ ഹൈക്കോടതി ഉത്തരവ് പ്രമാണിച്ച് ഇവർ അടയ്ക്കാനാണെങ്കിൽ ഇത് പെർമനന്റ് ആയിട്ട് അടയ്ക്കണം. ആ പെർമനന്റ് ആയിട്ട് അടയ്ക്കാതെ ടെമ്പററി ആയിട്ട് അടച്ചത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രം. ഇതുകൊണ്ട് നാട്ടുകാരുടേതായിട്ടുള്ള കുറെ ഉപകാരങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുള്ളത്. ഇതിനൊന്നല്ലെങ്കിൽ നാട്ടുകാർക്ക് ഒരു അണ്ടർ പാസേജ്, ചെറിയ തോതിലുള്ള ഒരു വലിയ വണ്ടികളോ ഒന്നും പോകുന്ന രീതിയിലല്ല, ചെറിയ തോതിലുള്ള ഒരു അണ്ടർ പാസേജ് കൊടുത്തതിന് ശേഷമാണ് ഇവരിത് ചെയ്തെങ്കിൽ നമുക്ക് അന്തസ്സായിട്ട് അവരോട് അംഗീകരിക്കാം. ഇത് വളരെ തെറ്റായ രീതിയിൽ നാട്ടുകാർക്ക് ഉപദ്രവപ്പെടുത്തി എന്ന് പറയാം. അത്രയും കാര്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പഞ്ചായത്ത് അധികാരികൾ ഇതിനോട് നന്നായിട്ട് പ്രതികരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ ഹൈവേയോടനുബന്ധിച്ചിട്ട് ഇത് ഇന്നലെ വരെ ഓപ്പണായി കിടന്ന ഒരു സ്ഥലമാണ് ചുവന്നമണ്ണ് സെന്റർ. ഹൈക്കോടതി വിധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പാതിരയ്ക്കാണ് ഈ സാധനം ഇവിടെ കൊടുന്നു വെക്കുന്നത്. അത് തന്നെ ഹൈക്കോടതി വിധി ഉണ്ടെങ്കിൽ അത് പകല് ചെയ്യാവുന്നൊരു സംവിധാനമാണ്. ഇവിടെ ചുവന്നമണ്ണ് സെൻറ്ററിൽ ഒരു ചെറിയൊരു സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് ഒരു ഓട്ടോറിക്ഷയിലാണ് കുഞ്ഞു കുട്ടികളെ ടീച്ചേഴ്സിൻ്റെ ശമ്പളത്തിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് വണ്ടി വരുന്നത്. അത് ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ കുതിരാൻ്റെ അവിടെ അല്ലെങ്കിൽ കല്ലിടുക്കിൽ പോയി തിരിഞ്ഞു വരുമ്പോഴേക്ക് ശമ്പളം കിട്ടുന്നത് ടീച്ചർമാർക്ക് വണ്ടിക്കാർക്ക് കൊടുക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു അണ്ടർ പാസിങ് ചെയ്ത് തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കണ്ടമാനം ജനങ്ങൾ ഉറവുംപാടം, മേലേച്ചിറ എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് പള്ളികളായാലും ഒരു 13-12 പള്ളിയുള്ള സ്ഥലമാണ് ചുവന്നമണ്ണ് സെൻറ്റർ. അതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒന്നാലെ കല്ലെടുക്ക് വരണം, അല്ലെങ്കിൽ വഴുക്കുംപാറ കുതിരാനിൽ കൂടെ വരണം. അപ്പോൾ ഇതിന് സംവിധാനമായിട്ട് കാണാവുന്ന ഒരു വഴി, ഒരു അണ്ടർ പാസിങ്, ഒരു ചെറുവണ്ടികൾ കടന്നു പോകാവുന്ന രൂപത്തിൽ ചെയ്തു തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഈ ഹൈവേയുടെ സെൻറ്റർ വെച്ച് താൽക്കാലികമായി വെച്ചിരിക്കുന്ന സാധനം ഇവരുടെ ആവശ്യങ്ങൾക്ക് ഹിറ്റാച്ചിയോ JCBയോ കൊടുന്ന് പൊക്കാനും ഉപയോഗിക്കുകയാണെങ്കിൽ ശക്തമായ സമരത്തിന് ഞങ്ങൾ പോകാൻ തയ്യാറാണ്. അല്ലെങ്കിൽ അത് ഫിക്സഡായിട്ട് അടയ്ക്കുക. ഫിക്സഡായിട്ട് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പരാതിയില്ല. ഇതിപ്പോൾ ഞങ്ങളെ നാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, അവരുടെ കാര്യങ്ങൾക്ക് മാത്രം ഇത് പൊക്കി സൗകര്യം ചെയ്തു കൊടുത്താൽ ഈ പ്രസ്ഥാനത്തിന് ഞങ്ങൾ മുന്നോട്ട് ശക്തമായൊരു സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.